മഴക്കാലത്ത് അവധി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്കൂൾ കുട്ടികളുടെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള സന്ദേശങ്ങൾ അതിര് കടന്നതോടെ വിഷയത്തിൽ ഇടപെട്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ അവധി ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് വരെയുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുമാണ് അവധി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്കൂൾ കുട്ടികളുടെ കമന്റുകൾ. മറ്റു ജില്ലകൾക്ക് അവധിയുണ്ടായിട്ടും പത്തനംതിട്ടയ്ക്ക് ലഭിക്കുന്നില്ലെന്നാണ് പലരുടെയും പരാതി. ചില കമന്റുകൾ തമാശയാണെങ്കിലും മറ്റു ചിലത് ഭീഷണിയുടേതാണ്. മനസ്സിലാക്കാതെ എല്ലാ ദിവസവും അവധി വേണം. പലതൊക്കെ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് റിപ്ലൈസ് നമുക്ക് കിട്ടാറുണ്ട്. ഇന്നലെ ഒരു കുട്ടി അയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അവധി തന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകാൻ ഇന്ന് എൻ്റെ അവസാനത്തെ ദിവസമായിരിക്കും, ഇതിന് കളക്ടറായിരിക്കും റെസ്പോൺസിബിൾ, ജില്ലാ കളക്ടർ രാജിവെക്കണം തുടങ്ങിയ കമന്റുകളൊക്കെ നിരന്തരമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു തമാശ സ്പിരിറ്റിൽ തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ചില മെസ്സേജുകൾ ആ ഒരു സഭ്യമല്ലാത്ത രീതിയിലുള്ള ലാംഗ്വേജിൽ പല മെസ്സേജുകളും വന്നു തുടങ്ങി. അതിനകത്ത് ചിലതൊക്കെ എൻ്റെ പേഴ്സണൽ പേജിലേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് അതൊരു കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടത്. അതിനുശേഷം ഞാനൊരു 1-2 മെസ്സേജുകൾ എടുത്തു. സൈബർ പോലീസ് സൈബർ സെല്ലിലേക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്ത് സൈബർ സെല്ലിൽ ട്രാക്ക് ചെയ്തപ്പോൾ ഇതെല്ലാം 10ൽ പഠിക്കുന്ന 9ൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളാണ് ഈ മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് 2-3 പേരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഒരു വാർണിംഗ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. കേസിലേക്ക് പുഷ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു വാർണിംഗ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. മോശം കമന്റുകളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് കളക്ടർ നടപടി സ്വീകരിച്ചത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ കുട്ടികളെയും രക്ഷിതാക്കളെയും വിളിച്ചുവരുത്തി താക്കീത് ചെയ്ത് വിട്ടയച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.